നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. ചാഴൂർ വേലുമാൻപടി ജയന്തിപ്പടവ് റോഡ് തകർന്നു. നാട്ടുകാർ സമരത്തിലേക്ക്. വലപ്പാട് മീൻചന്ത തിരുപ്പഴഞ്ചേരി റോഡിലെ വെള്ളക്കെട്ടിന് അറുതിയായില്ല. അംഗനവാടി അധ്യാപക നിയമനത്തിൽ തലുക്കുളം പഞ്ചായത്തിൽ തർക്കം. വാർത്തകൾ വിശദമായി. ചാഴൂർ പഞ്ചായത്തിലെ പ്രധാന റോഡായ വേലുമാൻപടി ജയന്തിപ്പടവ് സൊസൈറ്റി റോഡ് തകർന്നതുമൂലം യാത്ര ചെയ്യാൻ കഴിയാതായി. താഴ്ന്നു കിടക്കുന്നതിനാൽ മഴ പെയ്താൽ ഉടനെ അവിടെ വെള്ളക്കെട്ടാണ്. പതിവായി വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം ടാറിംഗ് എല്ലാം ഇളകി വലിയ കുഴികളാണ് റോഡ് നിറയെ. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ അപകടം പതിവാണ്. ജലനിധി പൈപ്പിന്റെ പൈപ്പിട്ട കുഴികൾ ശാസ്ത്രീയമായി നികത്താത്തതാണ് റോഡിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണം. വലിയ ഗർത്തങ്ങളാണ് റോഡിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. 1.5 വർഷക്കാലമായി യാതൊരു വക പണിയും നടത്താതെ കുണ്ടും കുഴിയുമായി ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം ഇരുചക്രവാഹനങ്ങൾ ഈ കുണ്ടും കുഴിയിലും വീണ് അപകടം നിത്യസംഭവമായിരിക്കുന്നു. പഞ്ചായത്ത് മെമ്പർമാരെ 2 പേരോടും പറഞ്ഞിട്ടും ഇതുവരെ ഇതിനൊരു പരിഹാരം കാണുന്നില്ല. ഈ റോഡ് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു റോഡാണ്. സെൻറ് ആൻറ്റണീസ് ഹൈസ്കൂൾ, SN ഹൈസ്കൂൾ, ആലപ്പാട് ഹെൽത്ത് സെൻറ്റർ, പുത്തൻപീടിക പുള്ള് ആയുർവേദ ആശുപത്രി, ചാഴൂർ ആലപ്പാട് വില്ലേജ് ഓഫീസുകൾ, ചാഴൂർ കൃഷിഭവൻ എന്നീ സ്ഥലങ്ങളിലേക്ക് 100 കണക്കിന് ജനങ്ങൾ നിത്യോനം എന്നോണം ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ആയിരക്കണക്കിന് ജനങ്ങളുടെ നിത്യ യാത്രാ ജീവിതത്തിന് തുടരുന്ന ഈ സംഭവത്തിന് പഞ്ചായത്ത് അധികാരികളെ നേരിൽ കണ്ടും നിവേദനം നൽകിയും പറഞ്ഞു. ഓട്ടോറിക്ഷ വിളിച്ചാൽ ഈ റൂട്ടിൽ വരുന്നില്ല. ഇവിടെ ഒരു ആൾക്ക് ഒരു അസുഖം വന്നാൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ ഈ പ്രദേശത്തേക്ക് വരുന്നില്ല. സമീപത്തെ നിരവധി സ്കൂളുകളിലേക്കും പഴുവിൽ ക്ഷേത്രത്തിലേക്കും മറ്റ് പ്രധാന റോഡുകളിലേക്കുമുള്ള പാതയാണ് ഇത്. സ്കൂൾ വിദ്യാർത്ഥികൾ പതിവായി സൈക്കിളിലും നടന്നും ഇതുവഴി പോകുന്നുണ്ട്. ഇത് മെമ്പറെ അറിയിച്ചിരുന്നു. ഞാൻ 14ാം വാർഡിലെ മെമ്പറാണ് അറിയിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ വന്നാൽ ശരിയാകുണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വളരെ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. ഒരാളതിലേക്ക് വീണ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആളെ മരണം വരെ സംഭവിക്കുക. അത്രയും സാധ്യതയുള്ള ഒരു ആ ഗർത്തമാണ് അതുള്ളത്. പിന്നെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പാടശേഖരത്തോട് ചേർന്നുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും മഴക്കാലത്ത് നമുക്ക് ഒരു എങ്ങനെ പോലെ ഇറക്കി അടുത്ത് വെള്ളം വരുന്ന സ്ഥലമാണത്. ഈ കുഴി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കാൽനട യാത്രക്കാരായാലും വന്നു കഴിഞ്ഞാൽ അയാൾ അവിടെ വീണ്ടും അയാൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇവരെ നമ്മുടെ രാഷ്ട്രീയം മറ്റു കാര്യം നോക്കാതെ അവരെ വിളിച്ചറിയിക്കുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഇതൊക്കെ ഒരു വലിയ വാർത്തയായിട്ട് പണ്ടേ നമുക്ക് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ നമ്മൾ ഇവരെ വിളിച്ചിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു. പക്ഷേ അതിനുള്ളൊരു സത്യ നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ലാണ്. വെള്ളം കെട്ടി നിൽക്കുമ്പോൾ കുഴികൾ ഏതെന്ന് തിരിച്ചറിയാത്തതിനാൽ വലിയ അപകടമാണ് ഇവിടെ പതിയിരിക്കുന്നത്. നിരവധി തവണ ജനപ്രതിനിധികളോടും ജല അതോറിറ്റി അധികൃതരോടും പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ അവസ്ഥ തുടർന്നാൽ ചാഴൂർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമരം നടത്താനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഞങ്ങളുടെ ഈ റോഡ് ചാഴൂര് വേൽമമ്പടിയിൽ നിന്ന് തെക്കോട്ടുള്ള റോഡ് ആകെ വെള്ളക്കെട്ടാണ്. ഇവിടെ ഞങ്ങളുടെ ഈ പാലത്തിൻ്റെ അവിടെ 2-3 പ്രാവശ്യം ഇപ്പോൾ കുഴികൾ വരുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് 2-3 പേര് കൂടിയിട്ട് ആ കുഴികൾ ഞങ്ങൾ തൂർത്താറുണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യം മഴ പെയ്തപ്പോഴും അതേമാതിരി തന്നെ വലിയൊരു കുഴിയായിട്ടാണ് അവിടെ കിടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് ആകെ മോശമാണ്. ഒരു വയ്യാന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി വിളിച്ചാൽ പോലും ഒരു വണ്ടി വരില്ല ഇങ്ങോട്ട്. ഈ റോഡിലെ വളരെ പരിതാപകരമായ സ്ഥിതിയാണ്. ഇത് വികസനം എന്ന് പറഞ്ഞ് പഞ്ചായത്തും ഗവൺമെൻറ്റും വലിയ വർത്തമാനങ്ങൾ പറയാമെന്നല്ലാണ്ട് വികസനം നടക്കാൻ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ റോഡുകളാണ്. റോഡുകൾ വികസിച്ചാൽ ആ നാടിൻ്റെ വികസനം ഉണ്ടാവുള്ളൂ. ഇതേവരെയ്ക്ക് അധികാരികളോട് പറഞ്ഞിട്ട് ഒരു ഉത്തരവാദിത്വത്തോടുകൂടി ആരും ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നില്ല. അത് ഈ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഈ ദുരിതമാണ്. ഈ റോഡിൽ വെള്ളക്കെട്ടും കുഴിയും. വർഷക്കാലത്ത് വെള്ളം ആദ്യം കയറുന്നത് ഈ വേൽമമ്പടി റോഡിലാണ്. ഈ കോളിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട്. അപ്പോൾ ഈ ജലനിധിക്ക് പൈപ്പ് ഇട്ടപ്പോൾ പാലത്തിൻ്റെ സൈഡ് പൊട്ടിച്ചിട്ട് അതിലെ പൈപ്പ് കടത്തതിൻ്റെ പേരിലാണ് അവിടെ കുഴി രൂപപ്പെട്ടത്. അത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുക. അത് കോൺക്രീറ്റ് അടച്ചില്ലെങ്കിൽ വെള്ളം കയറിയാൽ കുഴിയിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം ബന്ധപ്പെട്ട ഭാരവാഹികളായിരിക്കും. പഞ്ചായത്തിനോ അതിൻ്റെ ജലനിധിയോ ഇത് അതോറിറ്റിക്കായിരിക്കും ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്. വലപ്പാട് മീൻചന്ത തിരുപ്പഴഞ്ചേരി റോഡിലും അധിയാരത്തുപടി റോഡിലും വെള്ളക്കെട്ട് രൂക്ഷം. ദിനംപ്രതി അപകടത്തിൽപ്പെടുന്നത് നിരവധി പേർ.
നിരവധി ഇരുചക്രവാഹന യാത്രികരും കാൽനട യാത്രികരും റോഡിലുള്ള വലിയ കുഴികളിൽ വെള്ളക്കെട്ട് മൂലം അറിയാതെ വീഴുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഭാരത് വിദ്യാമന്ദിർ സ്കൂൾ, ബി.എഡ് സെന്റർ, തിരുപ്പഴഞ്ചേരി ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് ദിനംപ്രതി നിരവധി വിദ്യാർത്ഥികളും യാത്രികരുമാണ് ഈ വഴി പോകുന്നത്. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ കാൽനടയായി പോകുന്ന വിദ്യാർത്ഥികളുടെ ദേഹത്ത് വെള്ളവും ചെളിയും തെറിക്കുന്നതും പതിവാണ്. കൂടാതെ അധിയാരത്തുപടി റോഡിലെ സമീപവാസികൾക്കും വെള്ളക്കെട്ട് മൂലം പുറത്തിറങ്ങാനാവാതെ ദുരിതത്തിലായിരിക്കുകയാണ്. ഒരു മഴ പെയ്താൽ റോഡിൽ നിന്നും വെള്ളം ഒഴുകി വീടിന് ചുറ്റും നിറയുന്ന കാഴ്ചയാണ്. വീട്ടുകാർ വെള്ളക്കെട്ട് മൂലം കാൽ വഴുതി വീണ് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വീട്ടുകാർ പറയുന്നു. 2 കൊല്ലമായിട്ട് നമുക്ക് ഗ്രാമസഭ 3-ാം വാർഡ് ഗ്രാമസഭ ഉന്നയിക്കുന്നത്. എല്ലാ ഗ്രാമസഭയിലും ഇതിന് പ്രമേയങ്ങൾ പാസ്സാക്കാറുണ്ട്. ഒരു നടപടി ഇതുവരെ ചെയ്തില്ല. ഈ റോഡ് വളരെ തിരക്കുള്ള റോഡാണ്. ഇപ്പം 4 സ്കൂളുകളിലെ വാഹനങ്ങൾ റോഡുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച കാലവർഷം തുടങ്ങിയതോടുകൂടി എത്ര ആൾ ഈ റോഡിൽ വീണിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും പലർക്കും കൈ ഉളുക്കിയിട്ടും കാലം ഒടിഞ്ഞിട്ടൊക്കെ ഹോസ്പിറ്റലാണ്. ഇത് പഞ്ചായത്തിന് യാതൊരു വക ശ്രദ്ധയില്ല. നമ്മളിത് നിരന്തരമായിട്ട് ഉന്നയിച്ചു തുടങ്ങി നാട്ടിലെ ആളിൽ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സ്കൂൾ വന്നു ഇവിടെ നമ്മുടെ മുമ്പിൽ കാണുന്ന മണപ്പുറം ഹൈസ്കൂൾ ഫൗണ്ടേഷൻ്റെ അത് ആ സ്ഥലം 5 ഏക്കറുണ്ട്. അതവർ 2.5 അടി 3 അടി ഉയർത്തിക്കുക, ചെമ്മണ്ണിട്ടിട്ട് അത് കംപ്ലീറ്റ് ടൈൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം മുഴുവനും ഒഴുകി സമീപത്തുള്ള ഈ റോഡുകളിലേക്കും പറമ്പുകളിലേക്കും വരുന്നത്. ഈ അധികാരത്തിൽപ്പെട്ട റോഡുള്ള വീടിൻ്റെ ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള കാനകളൊന്നും പഞ്ചായത്തോ അല്ലെങ്കിൽ മണപ്പുറത്തിൻ്റെ ആളുകളോ വെള്ളം ഒഴുകി പോകാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയില്ല. ഇപ്പോൾ ഈ ഭാഗത്തുള്ള വീടുകളിലെ താഴെ തട്ടിലുള്ള താഴെ നിലയിലുള്ള കക്കൂസുകൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിൽ ക്ലോസറ്റിലൊക്കെ വെള്ളം കയറിയിട്ട് കക്കൂസ് പോലും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വർഷകാലങ്ങളിൽ കൊടുത്ത ആളുകൾ ജീവിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട റോഡാണ്. വളരെയധികം ആളുകൾ സഞ്ചരിക്കുന്നതും വളരെയധികം വാഹനങ്ങൾ പോകുന്ന റോഡാണ്. ഇതിന് അടിയന്തരമായിട്ട് ഇപ്പോൾ നിൽക്കുന്ന വെള്ളം ഒഴിവാക്കാനും ശാശ്വതമായിട്ടുള്ള ഇതിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് തയ്യാറാവണം. റോഡിന്റെ ഇരുഭാഗത്തും കാന നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെള്ളം ഒഴുകി പോവാൻ ഇടമില്ലാത്തതാണ് ഇത്രയും വെള്ളക്കെട്ടിന് കാരണമെന്നും ഇനിയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭവും ഉണ്ടാകുമെന്ന് പറയുന്നു. ഒരു 3 പതിറ്റാണ്ടിലേറെയും ഇതിങ്ങനെ കാൽനട യാത്രക്കാർക്കും പിന്നെ ഇരുചക്രവാഹനങ്ങൾക്കും 4 ചക്ര വാഹനങ്ങൾക്കും അവർ വീണിട്ടും വീഴാതെയും നടക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അത് തന്നെയല്ല എല്ലാവിധ പ്രശ്നങ്ങളുമുണ്ട്. സ്കൂൾ കുട്ടികളെ വെച്ചാൽ അങ്ങനെ പഞ്ചായത്ത് അധികൃതരോ വേണ്ടപ്പെട്ട ആളുകളോ ഇതിന് വേണ്ടിയിട്ട് ഒന്നും പ്രവർത്തിക്കുന്നില്ല. അവരൊന്നും എത്തിച്ചു നോക്കണ വരെയില്ല. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിൽ ഒഴിവു വന്ന തസ്തികകളിലേക്ക് നടത്താനിരുന്ന ഇന്റർവ്യൂ ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങളുടെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെയും പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടു. ഒഴിവു വന്ന തസ്തികകളിൽ നിയമനം നടത്തുന്നതിനായി സെലക്ഷൻ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിരുന്നു. അതിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ലിൻഡ സുഭാഷ് ചന്ദ്രനെ മാറ്റി കല ടീച്ചറെ നിയമിച്ചതുമായാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. തമാശക്ക് പ്രൈവറ്റ് കമ്പനിയിൽ വെക്കുന്നതാ. ഇത് ഗവൺമെന്റിന്റെ പാവപ്പെട്ട ആൾക്കാരെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം സോൾവ് ചെയ്ത് പോകാനല്ല ടീച്ചറെ നോക്കണ്ടേ. ഇപ്പൊ ഞാൻ കാര്യം എന്ത് പോലീസിനെ വിളിച്ചിട്ടും എന്ത് പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടും ജനപ്രതിനിധികളുടെ അംഗീകരിക്കാണ്ട് നിങ്ങൾ പോലീസിനെ കൊണ്ടുവന്നിട്ട് അറസ്റ്റ് ചെയ്ത് നടപ്പിലാക്കുന്നു സമയത്ത് ഒരാളെ ചെയ്തിരിക്കുകയാണ്. 3 മാസം മുമ്പ് ഇതേ ആവശ്യം പഞ്ചായത്ത് ഭരണസമിതിയിലെ ഭൂരിഭാഗം വരുന്ന 9 മെമ്പർമാർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ ഒരു തീരുമാനവും എടുക്കാതെയാണ് വീണ്ടും സെലക്ഷൻ കമ്മിറ്റി ഇന്റർവ്യൂവിന് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചത്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ രാവിലെ നിശ്ചയിച്ച ഇന്റർവ്യൂ തടസ്സപ്പെട്ടപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെയും ജനപ്രതിനിധികൾ ഇതേ ആവശ്യം ഉന്നയിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുള്ളതുമാണ്. CPM നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇനിയും ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന ഇത്തരം നടപടികളുമായി മുന്നോട്ടു പോയാൽ അതിന് വളരെ ശക്തമായി തന്നെ നേരിടുമെന്നും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മെഹബൂബ്, അംഗങ്ങളായ ബിന്നി അറക്കൽ, ഷാജി ആലുങ്ങൽ, വിനയപ്രസാദ്, ജിജ രാധാകൃഷ്ണൻ എന്നിവർ പറഞ്ഞു.
അനധികൃത ഇൻ്റർവ്യൂ ആണ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടത്താൻ ശ്രമിച്ചത്. അത് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും യോഗ്യതയുള്ളവരും ഒഴിവാക്കിക്കൊണ്ട് തികച്ചും ഏകപക്ഷീയമായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് കമ്മിറ്റിയും തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയും അറിയാതെയാണ് ഈ ഒരു നടപടിക്രമങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. അതിനെതിരെ നിലവിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവരും അവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഞങ്ങളത് ആ അനധികൃത നിയമനത്തിനെതിരെ ഒരു സമരമാണ് നമ്മൾ നടത്തിയത്. അതിൻ്റെ പേരിൽ രാവിലെ പഞ്ചായത്ത് മെമ്പർമാർ തളിക്കുളം പഞ്ചായത്തിൽ ഇൻ്റർവ്യൂ നടത്താൻ അനുവദിച്ചില്ല, തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർ. അതിനുശേഷം ഉച്ചയ്ക്ക് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഹാളിൽ ഈ ഇൻ്റർവ്യൂ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ വലിയ ഒരു നിയമനം, അംഗൻവാടിയിലെ നിയമനം അവർക്ക് തോന്നുന്ന പോലെ രാവിലെ പഞ്ചായത്തിൽ നടത്താം, ഉച്ചയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്താം. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ട്രാൻസ്പെറൻസിയും ഇല്ലാതെ തികച്ചും സ്വജനപക്ഷപാതം നടത്തുവാനും തങ്ങളുടെ ആൾക്കാരെ തിരികെ കയറ്റാനുമുള്ള ഒരു കുൽസിത ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. 1 കൊല്ലം 10 മാസം 7 ദിവസമായി ഇന്നൊക്കെ. അതിൽ 6 പേരെ തെരഞ്ഞെടുത്തു. അതിൽ ലില്ല സുഭാഷ് ചന്ദ്രനുണ്ട്. ഇത് മാറ്റണമെന്ന് ബ്ലോക്കിൽ നിന്ന് കത്ത് കൊടുത്തപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഈ ഓർഡർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഹാജരാക്കണം. ബി കല എന്ന് പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടീച്ചറായിരിക്കുമ്പോൾ നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടീച്ചറായിരിക്കുമ്പോൾ അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അല്ല. ഒരു മിനിറ്റ് പറയട്ടെ. അതെ, ഒരൊറ്റ കാര്യം നിങ്ങൾ ഈ പറഞ്ഞതിനൊക്കെ കൗണ്ടർ ചെയ്യാണ്ടെന്ന് നിങ്ങൾ എല്ലാന്ന് നിങ്ങൾ ഈ പറഞ്ഞ 2022 ഓഗസ്റ്റില് മണലൂർ പഞ്ചായത്ത് ഓഫീസ് ക്യാന്റീന് പുറകുവശത്തെ കാലപ്പഴക്കമുള്ള മാവ് അപകട ഭീഷണിയാകുന്നു. ഇതിന്റെ ചില്ലകൾ വളർന്ന് ഏതു സമയവും വീഴാവുന്ന നിലയിലാണ്. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിനും ക്യാന്റീനും സമീപത്തുള്ള വീടിനും അപകടം പറ്റാവുന്ന തരത്തിലാണ് മാവ് നിൽക്കുന്നത്. മഴ കനത്തതോടെ ചില്ലകൾ കാറ്റിലുലഞ്ഞ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പഞ്ചായത്തിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നവർ ഭീതിയിലാണ് ഇതിനു സമീപത്തുകൂടെ പോകുന്നത്. മാവിന്റെ അവശിഷ്ടങ്ങൾ വീണ് പരിസരമാകെ മാലിന്യങ്ങൾ നിറഞ്ഞു. സമീപത്തെ വീട്ടുകാരുടെ മുറ്റത്തും കേടുവന്ന മാങ്ങ വീണ് കിടന്ന് ശല്യമുണ്ട്. മാവ് മുറിച്ചു മാറ്റാൻ പഞ്ചായത്ത് കമ്മിറ്റികൾ തീരുമാനമായതാണ്. എന്നാൽ കൊട്ടേഷനും റീകൊട്ടേഷനും വെച്ചിട്ടും കരാർ ഏറ്റെടുക്കാൻ ആരും എത്തിയിട്ടില്ല. ചാഴൂർ ഗ്രാമപഞ്ചായത്തിൽ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളെയും ആദരിച്ചു. ചാഴൂർ സി അച്യുതമേനോൻ സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാമചന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ഷൺമുഖൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി തിലകൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, സെക്രട്ടറി P ജോയ്സി വർഗീസ്, വാർഡംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. കെസ്ന മാത്യു എന്ന് പറയുന്ന ഒരു കുട്ടി ഹ്യൂമാനിറ്റീസിൽ 1200 കിട്ടിയ കുന്നംകുളം, അവിടുത്തെ വേലൂരിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ പഠിച്ച് 1200 കിട്ടിയ കുട്ടിയാണ്. ഒരു കുട്ടിയുടെ മാതാപിതാ അച്ഛൻ അപ്പൻ അയാളൊരു ഹോട്ടൽ പാചകം ചെയ്യുന്ന ഒരു ആളാണ്. അമ്മ ഒരു താൽക്കാലികമായിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ മിടിക്കുകയാണ് 1200 നമുക്ക് പല ജീവിത സാഹചര്യങ്ങളുണ്ടായിട്ടും എങ്ങനെയാണ് നമുക്കതൊന്നും അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്തതെന്നുള്ളത് ഈ കുട്ടിയുടെ ജീവിതം ഒരു ഉദാഹരണമാണ് മെച്ചപ്പെടലുകളുടെ. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോളെ ഇനി എന്താ പരിപാടി? അപ്പോൾ അങ്ങളെ എനിക്ക് ഹിസ്റ്ററിക്ക് ചേരാനാണ് ആഗ്രഹം. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1988-89 SSLC ബാച്ച് പത്മശ്രീ വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രവാസികളായ അംഗങ്ങൾ SKSSF തൃത്തല്ലൂർ വെസ്റ്റ് സഹചാരി സെന്ററിന് മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി.
കഴിഞ്ഞ 9 വർഷമായി തൃത്തല്ലൂർ വെസ്റ്റിൽ പ്രവർത്തിച്ചു വരുന്ന സഹചാരി സെന്റർ തീരദേശത്തെ 1100-ലധികം കിടപ്പിലായ രോഗികൾക്ക് ICU, കട്ടിൽ ഉൾപ്പെടെ സൗജന്യമായി നൽകി വരുന്നു. സഹചാരി സെന്ററിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കുന്നതിന് പത്മശ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് അംഗങ്ങളായ പ്രേംലാൽ, രാജേഷ്, ശ്രീജിത്ത്, അജിത്ത് എന്നിവരുടെ സഹായത്തോടെ സഹചാരി സെന്ററിലേക്ക് 58ാമത്തെ ICU, കട്ടിൽ, വാക്കർ, കബോർഡ്, ചെയർ, സ്റ്റിക്ക്, ബെഡ് എന്നിവ നൽകിയത്. സഹചാരി സെന്റർ പ്രവർത്തകരായ മുഹമ്മദ് സാബിർ, ജാബിർ, പൊതുപ്രവർത്തകരായ സന്തോഷ് വടക്കൂട്ട്, പ്രതാപൻ വാലത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇടവേള. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്തു നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്, ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്, കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, തൃപ്രയാർ. 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി, പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.
കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. മണലൂർ GHSSൽ +1 പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് സിന്ധു സുരേഷ് അധ്യക്ഷത വഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് ക്ലേലിയ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പ വിശ്വംഭരൻ, പ്രിൻസിപ്പാൾ ജിജി ബാലകൃഷ്ണൻ, ഹെഡ്മിസ്ട്രസ് ജയശ്രീ, LP വിഭാഗം പ്രധാനാധ്യാപിക ജോസി, MR മോഹനൻ, സീനിയർ അധ്യാപിക KR ബിന്ദു എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ 2024 വർഷത്തെ വിദ്യാഭ്യാസ അവാർഡും കലാപുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അജ്മൽ ഷെരീഫിന്റെ നേതൃത്വത്തിലാണ് പാരിതോഷികങ്ങൾ നൽകി അനുമോദിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം വലപ്പാട് പോലീസ് സബ് ഇൻസ്പെക്ടർ VN സാബു നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ CR പ്രദീപ് വിജയികൾക്കുള്ള അവാർഡ് വിതരണോദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അജ്മൽ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ TU ഉദയൻ, ശോഭ സുബിൻ, കരയാമുട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, കരയാമുട്ടം മഹല്ല സെക്രട്ടറി PM അബ്ദുൽ ഗഫൂർ, വാഴപ്പള്ളി ക്ഷേത്രം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വാഴപ്പള്ളി, PS സന്തോഷ് മാസ്റ്റർ, എടമുട്ടം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VB ഷെറീഫ് മാസ്റ്റർ, രാകേഷ് UR, സുജിൽ കരിപ്പായിൽ, അബ്ദുൾ റഹീം, കണ്ണങ്കില്ലത്ത്, PU റഹീം എന്നിവർ സംസാരിച്ചു. നമ്മൾ നന്നായി പഠിക്കണം, ആ പഠനമായിരിക്കണം നമ്മുടെ ലഹരി. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ ജാതിയോ മതമോ നമുക്കൊരു വിഷയമല്ല. നമ്മുടെ മാതാപിതാക്കൾ, അയൽവാസികൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അവരെ നമ്മളിൽ ഒരാളായിട്ട് തന്നെ കാണുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുക. അവരെ നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ സുഹൃത്ത് ആയാലും മറ്റ് ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്നവരായാലും അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ലഹരി എന്ന് പറയുമ്പോൾ അതായത് നമ്മളൊരു ദോഷങ്ങളെന്ന് പറഞ്ഞാൽ പലവിധ ദോഷങ്ങളുണ്ട് നമുക്ക്. തരിശു നിലത്ത് ഓണത്തിനാവശ്യമായ പച്ചക്കറിക്കും ചെണ്ടുമല്ലിപ്പൂവിനു വേണ്ടി മാതൃകാ തോട്ടമൊരുക്കി കർഷകനായ സേവ്യർ പുത്തൂർ. വലപ്പാട് പഞ്ചായത്തിലെ 3ാം വാർഡ് കർഷകനായ സേവ്യർ പുത്തൂരാണ് ഓണത്തിനാവശ്യമായ പച്ചക്കറി കൃഷിക്കും ചെണ്ടുമല്ലി കൃഷിക്കും തുടക്കം കുറിച്ചത്. വലപ്പാട് 4ാം വാർഡിൽ സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തുള്ള സഹോദരന്റെ 18 സെന്റ് സ്ഥലത്താണ് കൃഷി ആരംഭിച്ചത്. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ EP അജയ് ഘോഷ് അധ്യക്ഷനായി. കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ മുഖ്യാതിഥിയായിരുന്നു. 3ാം വാർഡിലെ കർഷകയും ഇക്കോ ഷോപ്പ് ട്രഷററുമായ മേരി വിൽസൺ, സേവ്യർ പുത്തൂർ എന്നിവർ സംസാരിച്ചു. കൊള്ളി, പയർ, പച്ചമുളക്, ചെണ്ടുമല്ലി എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. ഒരു ഭൂമി അങ്ങനെ തരിശായിട്ട് കിടക്കുന്നു. ഇവിടെ നമുക്കൊരു കൃഷി ചെയ്യാൻ പറ്റും എന്നൊരു തോന്നൽ നമുക്ക് അങ്ങോട്ട് കടന്നു പോകുമ്പോൾ തോന്നില്ല. പക്ഷെ അത് സേവ്യരേട്ടൻ അത് തികച്ചും അതിൻ്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ മേരി ടീച്ചർ അടക്കം ആ ഒരു ഉദ്യമത്തിന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഏറെ സാധാരണമായൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ഞാറ്റുവേല തുടങ്ങി. ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും പറയാണ്ട് തന്നെ അറിയാം. എല്ലായിടത്തും കൃഷി ആരംഭിക്കുന്നതും അതുപോലെ തന്നെ ഞാറ്റുവേല ചന്തകളും, തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം ഞാറ്റുവേല ചന്തകളും അതുപോലെ തന്നെ അതിലൂടെ കാർഷിക വിപണികൾ കണ്ടെത്തിക്കൊണ്ട് കാർഷിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരെ സഹായിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത്തരത്തിൽ ഞാറ്റുവേല ചന്തകൾ സംഘടിപ്പിക്കുന്നത്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി നടന്നു. സ്കൂളിലെ SPC സ്കൗട്ട് ആൻഡ് ഗൈഡ് JRC യൂണിറ്റുകളുടെയും നേതൃത്വത്തിലായിരുന്നു ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി നടന്നത്. തുടർന്ന് സ്കൂളിലെ SPG ഗ്രൂപ്പ് പുനഃസംഘടനാ യോഗവും സമിതി രൂപീകരണവും നടന്നു.
യോഗത്തിൽ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ശ്രീജിഷ്, ഹെഡ്മാസ്റ്റർ KS കിരൺ, ഡെപ്യൂട്ടി HM KS ബിന്ദു, അഡ്മിനിസ്ട്രേറ്റർ അനിൽകുമാർ, സ്റ്റാഫ് സെക്രട്ടറി S പ്രമോദ് എന്നിവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി കൈപ്പമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ M ഷാജഹാൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരായ ശ്യാംകുമാർ PS, J അനൂപ് കുമാർ, അധ്യാപകരായ ബിജു മോഹൻ ബാബു, TN സിജിൽ, സജിത്ത് KG, സുഹൈൽ, ഹനീൻ, നീതു VS, TB സതി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. 26 ആചരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ലഹരി വിരുദ്ധ സന്ദേശയാത്ര സൈക്കിൾ റാലിയാണ് ഇന്നിപ്പോൾ ഇവിടുന്ന് ആരംഭിച്ച് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ഉൾപ്പെട്ട സൈക്കിൾ റാലിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ട് സന്ദേശ യാത്രയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാലിയങ്കര SNM IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജിലെ വിവിധ BTech ഡിപ്ലോമ കോഴ്സുകളിലെ മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് തൃപ്രയാറിൽ വെച്ച് സ്പോട്ട് അഡ്മിഷൻ നടന്നു. നാട്ടിക SNDP യൂണിയൻ ഹാളിൽ നടന്ന അഡ്മിഷൻ ക്യാമ്പിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മികച്ച പഠന നിലവാരം പുലർത്തുന്ന കുട്ടികൾക്ക് വിവിധതരം സ്കീമുകളും അർഹരായവർക്ക് മറ്റ് സ്കോളർഷിപ്പുകളും കൊടുത്തു. നിരവധി കുട്ടികൾ സ്പോട്ട് അഡ്മിഷൻ കരസ്ഥമാക്കി. ആദർശ്, രാജേഷ്, പുഷ്യ, രശ്മി, അഞ്ജുമോൾ, മിഥുന എന്നിവർ നേതൃത്വം നൽകി. പോളിടെക്നിക് കോളേജാണ്. അവിടെ നമുക്കുള്ള ബ്രാഞ്ചുകൾ BTechന് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സൈബർ സെക്യൂരിറ്റി, സിവിൽ, അങ്ങനെ 8 ബ്രാഞ്ചുകളാണ് ഉള്ളത്. ഈ ഡിപ്ലോമയ്ക്കാണെങ്കിൽ നമുക്കുള്ളത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ള ബ്രാഞ്ചുകളാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പോട്ട് അഡ്മിഷനാണ് തൃപ്രയാർ കണ്ടക്ട് ചെയ്തത്. ലഹരി വിരുദ്ധ ദിനത്തോട് അനുബന്ധിച്ച നാട്ടിക SN റഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടന്നു. വാടാനപ്പള്ളി എക്സൈസ് ഓഫീസർ VG സുനിൽകുമാർ ക്ലാസ് എടുത്തു. PTA പ്രസിഡന്റ് PSP നസീർ, സ്കൂൾ മാനേജർ VK പ്രസന്നൻ, സ്കൂൾ പ്രിൻസിപ്പൽ ജയ, NSS പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ്, സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ചുമതലയുള്ള ബബിൽനാഥ്, അധ്യാപകരായ ഷീബ, EB ഷൈജ, KJ സിന്ധു എന്നിവർ സംസാരിച്ചു. അതായിരിക്കും നമുക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നും. ഇതുപോലെയാണ് ലഹരി മരുന്നുകൾ, മയക്കുമരുന്നുകൾ. ഒരിക്കൽ ഉപയോഗിച്ചാൽ അത് വീണ്ടും കൊണ്ടുതാ എന്ന് നമ്മോട് നമ്മുടെ ശരീരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് ഉപയോഗിച്ചാൽ നമ്മുടെ നാഡീഞരമ്പുകൾ വലിഞ്ഞു മുറുകും, നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കും. പിന്നെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ത് തന്നെയാണെന്ന് നമുക്ക് തന്നെ ബോധ്യമാവാത്ത ഒരു തരത്തിലേക്ക് നീങ്ങും. നിങ്ങളിന്ന് പത്രമെടുത്ത് വായിച്ചു നോക്കിയാൽ പത്രത്തിൽ അച്ഛനെ മകൻ കുത്തിക്കൊന്നു, സഹോദരിയെ വാളെടുത്ത് വെട്ടി, ഇല്ലേ ബലാത്സംഗത്തിന് സ്കൂൾ കുട്ടികളെ അല്ലെങ്കിൽ യുവാവിനെ പിടികൂടി. നിങ്ങൾ പത്രമെടുത്ത് നോക്കിയാൽ മതി. ഇതിൻ്റെയൊക്കെ അവസാനം ചെന്ന് നിൽക്കുന്നത് ഇത് ലഹരി മരുന്ന് ഉപയോഗിച്ച് അവരുടെ സ്വബോധം നഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ചാഴൂർ പഞ്ചായത്തിലെ സഞ്ചാരയോഗ്യമല്ലാതെ തകർന്നു കിടക്കുന്ന റോഡുകൾ ഉടൻ സഞ്ചാരയോഗ്യമാക്കുക, പൊതുകാനകളും തോടുകളും വൃത്തിയാക്കി പഞ്ചായത്തിലെ ജനങ്ങളെ വെള്ളക്കെട്ട് ദുരിതത്തിൽ നിന്നും രക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റി പഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷനായി. സുനിൽ ലാലൂർ, ഔസേബ് ആന്റോ, KK അശോകൻ, K സന്ദീപ്, ജോൺ ജേക്കബ്, റാഫി കൊമ്പൻ, അബ്ദുൾ സലാം കക്കേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് ഈ ഗ്രാമപഞ്ചായത്തിന്റെ റോഡുകളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ, യാത്ര ചെയ്യണമെങ്കിൽ ജീവൻ പണയം വെച്ച് മാത്രമേ സാധിക്കൂ എന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ മഴ ഒന്ന് വീണപ്പോൾ ഈ പഞ്ചായത്തിലെ റോഡേത്, തോടേത്, ഈ പഞ്ചായത്തിലെ റോട്ടിലെ കുഴിയെവിടെ, അതല്ലെങ്കിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാഴൂർ വേലുമാൻപടി ജയന്തിപ്പടവ് റോഡ് തകർന്നു, നാട്ടുകാർ സമരത്തിലേക്ക്. വലപ്പാട് മീൻചന്ത തിരുപ്പഴഞ്ചേരി റോഡിലെ വെള്ളക്കെട്ടിന് അറുതിയായില്ല.
അംഗനവാടി അധ്യാപക നിയമനത്തിൽ തളിക്കുളം പഞ്ചായത്തിൽ തർക്കം. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.